മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും ഒറ്റക്കൊമ്പൻ. കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലാണ് ആന ഇറങ്ങിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് വ്യാപകമായി ഈ കാട്ടാന കൃഷി നശിപ്പിച്ചു കളഞ്ഞു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, വിശദാംശങ്ങൾ. ആനയെ കാണുന്നുണ്ട്. പ്രേക്ഷകർ ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കിക്കോളൂ. ആന അവിടെ നിൽപ്പുണ്ട്. ഇരുട്ടത്തായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ആന നീങ്ങുന്നുണ്ട്. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, പറയൂ. കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലെ ലയങ്ങൾക്ക് ചേർന്നാണ് ഈ കാട്ടാന ഒറ്റക്കൊമ്പൻ എത്തിയത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ള പോലെ ആന എത്തുകയും ജനവാസ മേഖലയിലൂടെ ചുറ്റിക്കറങ്ങുകയൊക്കെ ചെയ്തത്. വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവിടുത്തെ ആളുകൾ തന്നെ ആനയെ പടക്കം പൊട്ടിച്ചൊരു അല്പ ദൂരത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. RRTയുടെ സേവനം അവിടെ കൃത്യസമയത്ത് ലഭിച്ചില്ല എന്നുള്ളൊരു പരാതി നാട്ടുകാർക്കുണ്ട്. പുലർച്ചെ സമയമാണ്. അവിടുത്തെ RRTയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്രത്തോളം കണ്ട ആനകൾ വ്യാപകമായിട്ട് മൂന്നാർ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ CPMന്റെ ജില്ലാ സമ്മേളനത്തിൽ അത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. അതിനിടയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ആക്രമണ സ്വഭാവത്തിലേക്ക് പോകുന്നു. മാത്രമല്ല, ഈ ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാന ആ പ്രദേശത്ത് ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തിട്ടുണ്ട്. വലിയൊരു പ്രശ്നക്കാരൻ കൂടിയാണ്. ആ ആന ഇങ്ങനെ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും കൃത്യമായിട്ടുള്ള ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ആളുകൾക്ക് അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രതിഷേധത്തിനിടയാക്കും. എന്തായാലും ഇപ്പോഴും ആന ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെ തുടരുകയാണ്. അടിയന്തര നടപടി വനം വകുപ്പ് സ്വീകരിക്കുമെന്ന് നാട്ടുകാർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.